ഹായ്, നമുക്ക് പി ആൻഡ് എം നോമൻക്ലേച്ചർ ഒന്ന് പരിചയപ്പെട്ടാലോ? അതായത് ഹെലിക്കൽ കൈറാലിറ്റി കാണിക്കുന്ന മോളിക്യൂൾസിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി അസൈൻ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമുകളാണ് പി ആൻഡ് എം നോമൻക്ലേച്ചർ. അപ്പൊ നമ്മളുടെ ഹെലിക്കൽ കൈറാലിറ്റി കാണിക്കുന്ന രണ്ട് മോളിക്യൂൾസിനെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു മിറർ ഇമേജസ് ആണ്. ഇതിൽ ഫസ്റ്റ് മോളിക്യൂളിനെ നമ്മൾ നോക്കാണ്. ഈ ഒരു പോർഷൻ ആണ്, ഈ മോളിക്യൂളിന്റെ ഈ ഒരു പോർഷൻ ആണ് നമ്മളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോ നമ്മളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആ പോർഷനിൽ നിന്നും അതേപോലെ നമ്മളുടെ എവേ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആ പോർഷനിലേക്ക് നമ്മളുടെ ഐനെ ഒന്ന് മൂവ് ചെയ്യിക്കാം. നോക്കൂ, അപ്പോ നമ്മളുടെ ആ ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അഥവാ റൈറ്റ് ഹാൻഡഡ് ഡയറക്ഷനിലാണ്. ആ കേസിൽ നമ്മൾ അസൈൻ ചെയ്യുന്നതാണ് പി ടൈപ്പ് ഓഫ് നോമൻക്ലേച്ചർ. ഓക്കെ, ദെൻ സെയിം മോളിക്യൂളിന്റെ തന്നെ നമ്മളുടെ മിറർ ഇമേജിനെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇതാണ് ടുവേർഡ്സ് അസ് ആയിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ. അവിടെ നിന്നും എവേ ഫ്രം അസ് ആയിരിക്കുന്ന പ്രൊജക്ഷൻ, ആ ഒരു പോർഷനിലേക്ക് നമ്മളുടെ ഐസ് നമ്മളൊന്ന് കണ്ണ് മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പോർഷനിൽ നിന്ന് നമ്മളിൽ നിന്നും അകലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പോർഷനിലേക്ക് നമ്മളുടെ കണ്ണ് മൂവ് ചെയ്യുന്നത് ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡഡ്നെസ് മാനറിലാണ് നമ്മളുടെ ഐ മൂവ് ചെയ്യുന്നത്. ആ ഒരു കേസിൽ നമ്മൾ അസൈൻ ചെയ്യുന്ന സ്റ്റീരിയോ കെമിസ്ട്രി ആണ് എം നോമൻക്ലേച്ചർ. അപ്പോൾ പി ആൻഡ് എം നോമൻക്ലേച്ചർ ഹെലിക്കൽ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് എങ്ങനെ എന്ന് ക്ലിയർ ആയല്ലോ. അതായത് റൈറ്റ് ഹാൻഡഡ്നെസ്സിലാണ് നമ്മളുടെ ഐ മൂവ് ചെയ്യുന്നതിൽ പി നോമൻക്ലേച്ചർ കൊടുക്കുക. അതേപോലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അഥവാ ലെഫ്റ്റ് ഹാൻഡഡ് മാനറിലാണ് നമ്മളുടെ ഐ മൂവ്മെന്റ് എങ്കിൽ നമ്മൾ എം ആയിരിക്കും അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി അസൈൻ ചെയ്യുന്നത്. ഇതുപോലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്